എന്ത് പറ്റി ജോൺ ബ്രിട്ടാസിന് അടുത്തിടെയായിട്ട് ഈ സംസ്ഥാനങ്ങൾ അതിർത്തി കടന്ന് എല്ലാവരുടെയും വായിൽ നിന്ന് ചോദിച്ച് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തമിഴ്നാട്ടിൽ നിന്ന് പോയി, തമിഴ്നാട്ടിലേക്ക് പോയി, അവിടുന്ന് കിട്ടി. അതിനുശേഷം ഇപ്പോൾ ബിജെപി എംപി സുഷ്മിത ഈ എവിടുത്തെ ആളാണെന്ന് എനിക്ക് ഇത് സംസ്ഥാനമാണെന്ന് കിട്ടുന്നില്ല, സ്റ്റേറ്റ് ഏതാണെന്ന് കിട്ടുന്നില്ല. എന്തായാലും തമിഴ്നാട്ടിൽ നിന്നും അടുത്ത സ്റ്റേറ്റിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പം ലുങ്കിവാലയാണ് വിഷയം. അദ്ദേഹം ഇത് സഭയിൽ ഉന്നയിക്കുന്ന സമയത്ത്, തന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് സ്പീക്കറിൻ്റെ വായിൽ നിന്ന് കിട്ടി. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, ഞാൻ സൗത്ത് ഇന്ത്യൻ ആണ് സർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഇടയിലാണ് സ്പീക്കർ പറഞ്ഞത്, ഇവിടെ നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ഒന്നുമില്ല, നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്. അവിടെ നിന്ന് കിട്ടി. എല്ലായിടത്തുനിന്നും ചോദിച്ചു വാങ്ങുകയാണല്ലോ. ആതിര, ഈ സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ എന്ന് പറയുന്നത് ആരോടാ? ചെയറിലിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ CP രാധാകൃഷ്ണൻ സാറാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിനോടാണ് പറയുന്നത് സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ എന്ന്. അദ്ദേഹം നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്തു നിന്നുള്ള MP ആണ്, അല്ലേ? ഉപരാഷ്ട്രപതിയാണ്. അദ്ദേഹം ഉപരാഷ്ട്രപതിയാണ്. തൊട്ടടുത്ത് പൊള്ളാച്ചി, കോയമ്പത്തൂർ ആ പ്രദേശങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ വീട് ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോടാണ് സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ കാർഡ് ഇളക്കാനായിട്ട് ഈ ശ്രീ ജോൺ ബ്രിട്ടാസ് ശ്രമിച്ചിരിക്കുന്നത്. എന്താ പറ്റി? ശരിക്കും പറയാൻ നല്ലൊരു ജേർണലിസ്റ്റ് ആയിരുന്നു കേട്ടോ ബ്രിട്ടാസ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാരണഭൂതൻ ക്യാപ്റ്റൻ്റെ പാതയിലാണ്. ഇനി ഒരു വർഷം കൂടെ ഉള്ളൂ. 21 ജൂണിലാണ് അദ്ദേഹം MP ആയത്. 27 ജൂണിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം കഴിയും. ഒരു വർഷം തികച്ചില്ല, 10 മാസമേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ പിണറായി സഖാവ് കാണിക്കുന്ന പോലത്തെ വെപ്രാളങ്ങളായിരിക്കും. നഷ്ടപ്പെടുവാൻ പോകുകയാണ് കയ്യിലിരിക്കുന്ന അധികാരം മുഴുവനും. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് 60 വയസ്സുമാവും. ആ സമയമാകുമ്പോഴേക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടി പറയാം. ഇതിന് മുമ്പ് പറഞ്ഞില്ലേ, അദ്ദേഹത്തിനെ കൊല്ലാനായിട്ട് RSS പദ്ധതി ഇടുന്നു. 3ാമത്തെ ആളാണ് അദ്ദേഹം ഹിറ്റ് ലിസ്റ്റിൽ. എൻ്റെ ദേവി, ഇങ്ങനെയൊക്കെ ആർക്ക് അല്ലെങ്കിൽ തന്നെ ഒരു ആക്രമ രാഷ്ട്രീയം പിന്തുടരുന്ന പാർട്ടിയേ അല്ല. വെറുതെ ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ഉണ്ടാക്കി കഥ മെനഞ്ഞ് പറയുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് സത്യം. ആർക്കാണ് ബ്രിട്ടാസിനെ പോലുള്ള ഒരു അറിയപ്പെടുന്ന ജേർണലിസ്റ്റ്, ഒരു MP ഒക്കെ കൊല്ലാനായിട്ട് എന്തായാലും BJPയോ സംഘപരിവാരോ ശ്രമിക്കില്ല, ആഗ്രഹിക്കില്ല. ഒരിക്കലും അങ്ങനത്തെ പദ്ധതികളേ ഇല്ല. പിന്നെ എന്തിനാണ് അദ്ദേഹം ഇത് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെയും ഇപ്പം നമ്മൾ തന്നെ സംസാരിച്ച് 2 മിനിറ്റ് അതിനെ കുറിച്ച് പറഞ്ഞു കളഞ്ഞില്ലേ. അദ്ദേഹത്തിനെ പറ്റി എഴുതിയിട്ടുണ്ട്. എന്തെങ്കിലും ആവട്ടെ, എന്തായാലും നമ്മളും സംസാരിച്ചു. അദ്ദേഹം ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്നതുകൊണ്ടല്ലേ നമ്മൾ 10 മിനിറ്റ് അദ്ദേഹത്തിന് വേണ്ടി കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. അവിടെ പോയി IU GO VC4 എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലേക്ക് ട്രോളുകൾ വരുന്നല്ലാണ്ട് നമ്മളിതുപോലെ സീരിയസ് ആയിട്ടൊരു കോൺവെർസേഷനിൽ ഇടപെടില്ല. ഇപ്പൊ അദ്ദേഹം എന്താ പറയുന്നത്, തമ്പിദുരൈ എന്ന് പറയുന്ന ADMKയുടെ MP ആണ്, തമിഴ്നാട്ടിൽ നിന്നുള്ള. ജയലളിതയെ കുറിച്ച് അമ്മ എന്ന് പറഞ്ഞ് AMK-DMKയുടെ വലിയ നേതാവായിരുന്നല്ലോ ജയലളിത. അപ്പോൾ അവർ അമ്മ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരെ പുറകിൽ നിന്ന് കൊച്ചു കുട്ടികൾ ആരുടെ അമ്മ, ഏതമ്മ സ്കൂളിലൊക്കെ LKG UKG വന്ന് ഞോടാൻ വേണ്ടി ചോദിക്കില്ലേ. ഒരു അപ്പർ ഹൗസിലെ MP-യിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത പോലത്തെ ചൈൽഡിഷ് ആയിട്ടുള്ള പെരുമാറ്റമാണ് നമ്മളെല്ലാവരും കണ്ടതാണ്. പല പ്രാവശ്യം നമ്മൾ TV-യിൽ അത് പിന്നെയും റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അടുത്തിരിക്കുന്ന ആൾ അങ്ങോട്ടേക്കൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ആരുടെ അമ്മ എന്നൊക്കെ. സഹി കേട്ട് ഇങ്ങനെ തിരിഞ്ഞു പറഞ്ഞു യുവർ മദർന്ന്. അല്ലേ? വലിയ ആവശ്യമുണ്ടോ? സഭയിലിരിക്കുമ്പോൾ ശരിക്കും കൃത്യമായിട്ട് എന്താ പറയുന്ന കേൾക്കുക. നമുക്കൊക്കെ മനസ്സിലായി ജയലളിതയെക്കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലായി. ഇദ്ദേഹത്തിന് മാത്രം എന്തുകൊണ്ടും മനസ്സിലായില്ല. അപ്പോൾ ഞോടാൻ വേണ്ടി, അല്ലെങ്കിൽ സംസാരിക്കുന്ന ആളുടെ കോൺസെൻട്രേഷൻ കളയാൻ വേണ്ടി ക്യാമറ കണ്ണുകൾ തൻ്റെ നേരെയും കൂടെ വരുവാൻ വേണ്ടി കാണിച്ച വളരെ ചൈൽഡിഷായ ഒരു കാര്യമായിട്ട് നമുക്കതിന് എടുക്കണം. അതിന് കിട്ടുകയും ചെയ്തു. പിന്നെ അത് കയറിയായി പിടുത്തം. എൻ്റെ അമ്മയ്ക്ക് വിളിച്ചു എന്ന് പറഞ്ഞത്. അപ്പർ ഹൗസിലുള്ള MP-മാർ ഇങ്ങനെയൊന്നുമല്ല. കാരണം അവരുടെ പ്രവൃത്തി കൊണ്ടും അവരുടെ സമുദായത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടും സമൂഹത്തിന് വേണ്ടി അവർ ചെയ്ത കാര്യങ്ങൾ കൊണ്ടും ഒക്കെ ആണ് അവരെ തിരഞ്ഞെടുത്ത് അയക്കുന്നത്. അതിൽ 6 പേരാണ് കേരളത്തിൽ നിന്ന് ഒരു ടേമിൽ പോകുന്നത്.
6 ഉം. അപ്പർ ഹൗസ് MP-മാരാണ് ഇതിന്റെ ഇടയ്ക്ക് കേരളത്തിൽ. ഒരാളെ വിട്ടുപോയി. ഞാൻ അത് ആലോചിച്ചത്. തമ്പിദുരൈയുടെയും അതുപോലെ തന്നെ സുഷ്മിതയുടെ ഇടയ്ക്ക് നിർമ്മല സീതാരാമന്റെ കയ്യിൽ ആ നിന്ന് നല്ലത് അതെ. കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും നല്ലോണം മാഡത്തിൻ്റെ കയ്യിൽ നിന്നും കിട്ടി. അത് ഭയങ്കര രസമാണ്. UPയുടെ കാര്യം വന്നല്ലോ, അതിനെന്തോ നമുക്ക് ചാർജ് ചാർജ് ചെയ്യാൻ ഉണ്ടാകുന്നു. പോകുന്നു കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിലും കയറി പിടിച്ചു. പറയുന്ന കാര്യങ്ങൾ ഇദ്ദേഹം കേൾക്കുന്നില്ല. എങ്ങനെയെങ്കിലും അതിൽ രണ്ടുപേര് ഞാനും കുറേ കാര്യങ്ങൾ എനിക്കും അറിയാം, ഞാൻ വളരെ ഒരു നോ ഹൗ ആയിട്ടുള്ളൊരു മനുഷ്യനെ കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന ആക്രാന്തത്തിൽ എന്തോ കയറി കഴിഞ്ഞു. നിർമ്മല മാഡത്തിൻ്റെ കയ്യിൽ നിന്ന് നല്ല കിട്ടി. കമ്മ്യൂണിസ്റ്റുകാർക്ക് പൊതുവെയുള്ള അസുഖമാണ്, പറയുന്നൊന്നും കേൾക്കില്ല എന്ന് പറഞ്ഞ് നിർമ്മലാജിയുടെ കയ്യിൽ നിന്ന് ഒരു ഡോസ് കിട്ടിയപ്പോൾ അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നു. ഇതുപോലെയാണ് സുഷ്മിത ദേവിൻ്റെ കയ്യിൽ നിന്നും ബഹളം ഉണ്ടാക്കി. ബഹളം ഉണ്ടാക്കിയത്. അവർ പറഞ്ഞു അവരിപ്പോൾ കൊടുത്തിട്ടുണ്ട്, പ്രിവിലേജ് കൊടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പരസ്യമായിട്ട് അവർ പറഞ്ഞിട്ടില്ല. എന്തോ അതിൻ്റെ ഉള്ളിലൊരു എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം നടക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരെന്തൊക്കെയാണ് ഈ അസംബ്ലിയിൽ കാട്ടിക്കൂട്ടി വെച്ചിരുന്നതെന്ന് ഓർമ്മയില്ലേ? ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയിരുന്നത്, അതിൻ്റെ ഒരു ആത്മാവ് ഇദ്ദേഹത്തിൻ്റെ മേത്ത് കയറിയിട്ടുണ്ടോ? ശിവൻകുട്ടി സഖാവ് കാണിച്ച ആ ശിവതാണ്ഡവമൊക്കെ ഓർമ്മയില്ലേ? അതിൻ്റെ മുകളിൽ കയറി ഡെസ്കിൻ്റെ മുകളിൽ കയറുന്ന ശിവതാണ്ഡം കാണിക്കുന്നു, അപ്പുറത്തുനിന്ന് സാധനങ്ങൾ എടുത്ത് നശിപ്പിക്കുന്നു, എറിഞ്ഞ് നശിപ്പിക്കുന്നു, അങ്ങനെ എന്തൊക്കെയാണ് കാണിച്ചത്. അപ്പോൾ ഒരു കാര്യം കൂടെ നമുക്ക് സതീശൻജിയോട് പറഞ്ഞു, ആ കേസ് എത്രയും വേഗം തുറക്കണം, അതിലൊരു നടപടി വേണം, അത് വളരെ ഒരു SIT ടീം തന്നെ അന്വേഷിക്കട്ടെ, അതിൽ പ്രതികളായിട്ടുള്ള എല്ലാ MLA-മാർക്കെതിലും, ഇപ്പോൾ അവരൊന്നും പലരും MLA അല്ല, ഇൻക്ലൂഡിങ് ശിവൻകുട്ടി, അവർക്കെതിരെയും നല്ല നിയമ നടപടികൾ വരട്ടെ എന്ന് ഈ അവസരത്തിൽ നമ്മൾ നമ്മളുടെ ചീഫ് മിനിസ്റ്റർ സതീശൻജിയോട് ആവശ്യപ്പെടുകയാണ്. തിരിച്ച് ബ്രിട്ടാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കൗണ്ട് ഡൗണിലാണ് ഇരിക്കുന്നത്. 365 ദിവസം തികച്ചില്ല. അപ്പോൾ ഇന്ന് കഴിഞ്ഞു പാർലമെൻറ്റിൻ്റെ മൺസൂൺ ഇത് സമ്മേളനം കഴിഞ്ഞു. തിരിച്ച് പെട്ടിയും കുടുക്കയൊക്കെ ആയിട്ട് കേരളത്തിൽ വന്ന ഇവിടെയും ലൈം ലൈറ്റിൽ നിൽക്കണ്ടേ? അതിന് വേണ്ടിയാണ് അവിടെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അതിനിടയ്ക്ക് വേറൊരു കാര്യം, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഇതിനോടനുബന്ധിച്ച് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു, ജന്തർ മന്തർ പ്രക്ഷോഭത്തിൽ ഞാനാണ് ഇതിനെ ലൈവായിട്ട് നിർത്തുന്നത്, ഞാൻ കൊടുത്ത സപ്പോർട്ടിൻ്റെ പേരിലാണ് ഇവരൊക്കെ ഇവിടെ നിൽക്കുന്നത്, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യും. എല്ലാ ദിവസവും അദ്ദേഹം വന്ന് കൊടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ഒരു SFIയുടെ ഒരു വനിതാ നേതാവിനെ ആ കുട്ടിയുടെ എതിരെ വാറൻറ്റ് ഉണ്ടായിരുന്നു, അറസ്റ്റ് ചെയ്യാനായിട്ട് വന്നപ്പോൾ നിങ്ങളുടെ യൂണിഫോം എവിടെ, നെയിം ബോർഡ് എവിടെ, അങ്ങനെ എവിടെ, ഞങ്ങൾ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഇവനെ പുറത്തേക്ക് വിടില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹമായിരുന്നു അവിടെ നിറഞ്ഞു നിന്നിരുന്നത്. SFIക്ക് പ്രവർത്തകരില്ലേ? SFIയുടെ പ്രവർത്തകയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോൾ SFIക്കാർക്ക് തൻ്റെ അടുത്തോടെ പുറത്ത് വന്നെന്ന് പറയാൻ പറ്റൂലേ? അതിനും ഈ ഇച്ചായൻ തന്നെ വേണം. ഇച്ചായനെ ഉദ്ദേശിച്ചത് അച്ഛൻ്റെ പ്രായമുള്ള ഇദ്ദേഹം തന്നെ, അച്ഛനെക്കാട്ടിലും കൂടുതൽ വലിയച്ഛൻ്റെ പ്രായമുള്ള ജോൺ ബ്രിട്ടാസ് എന്നൊരു ഒറ്റ വ്യക്തിക്ക് മാത്രമേ ഡൽഹിയിലുള്ള CPMകാരുടെ കൂട്ടത്തിൽ എന്താ പറയുക ഗട്ട്സുള്ളൂ ഈ കാര്യങ്ങളൊക്കെ തടയാനും തടഞ്ഞു നിർത്താനും. ഇതൊക്കെ കാണിക്കുക. അതിനിടയ്ക്ക് റഹീം ഇന്നലെ ലുങ്കിവാല എന്ന് പറഞ്ഞു എല്ലാവരും മുണ്ടുടുത്ത് വന്നു. അതിനിടയിൽ 2ാമത്തെ നിരയിലായിപ്പോയി നമ്മുടെ AA റഹീം. അവിടെ നിന്ന് മുമ്പോട്ടേക്ക് ചാടി വീഴാൻ കാണിക്കുന്ന ഒരു ആക്രാന്തം കണ്ടിട്ട് ഒരു വീഡിയോ പണ്ട് വന്നിരുന്നില്ലേ, ഒരു സമരത്തിൽ കുറച്ച് പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയെ ഇദ്ദേഹം പറയാനായിട്ട് സംരക്ഷിക്കുന്നത്. എന്ത് ആയിക്കോട്ടെ, എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. മകളുടെ പ്രായമുള്ള അതിൻ്റെ മുമ്പിലിരിക്കുന്നു. അന്ന് കാണിച്ച ആക്രാന്തം വെപ്രാളമൊക്കെ നമ്മൾ കണ്ട, മുഖത്തെ ഭാവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതേ ഭാവത്തോടു കൂടി റഹീം എന്തൊക്കെയോ പറഞ്ഞ് മുമ്പിലേക്ക് വിഷ്വലിലേക്ക് വരാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ ബ്രിട്ടാസ് ഒരു അനുയായിയെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകാൻ പോകുന്നത്. അതൊരു മികച്ച അനുയായിയാണ്. കാരണം നീറ്റ് പരീക്ഷ അതിനകത്തിൽ നിന്ന് ഇതുവരെ അദ്ദേഹം പുറത്തേക്ക് വന്നിട്ടില്ല. ഈ സുപ്രീം കോടതി ജഡ്ജസുമായി ബന്ധപ്പെട്ട വിഷയം സഭയിൽ സംസാരിക്കുമ്പോൾ ജന്തർ മന്ദറിൽ AK-47 എടുത്ത വിഷയമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോഴും ഈ ബ്രിട്ടാസിന് കൊടുത്ത പോലെ തന്നെ സ്പീക്കറിൻ്റെ വായിന്ന് റഹീമും കേട്ടിട്ടുണ്ടായിരുന്നു, ഇവിടെ ഈ വിഷയം പറയുമ്പോൾ ഇവിടെ നിൽക്കണം. മറ്റൊരു സിനിമ ഡയലോഗ് ഇല്ലേ, ഇവിടെ സംസാരിക്കുമ്പോൾ ഇന്ത്യയിൽ നിൽക്കണം, അല്ലാതെ അങ്ങ് അമേരിക്കയിൽ പോകരുത്. അല്ല, ഇവരിപ്പോഴും പുറത്താണല്ലോ, ഇവർ വന്നത് പുറത്തുനിന്നാണല്ലോ ഇന്ത്യയിലേക്ക് വന്നത്. അതുകൊണ്ട് അവരുടെ വിചാരധാര എല്ലാം ചൈനയിലും ക്യൂബയിലും റഷ്യയിലും ഒക്കെയാണ്. അവിടെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കാലഹരണപ്പെട്ടു പോവുകയും അതനുസരിച്ചുള്ള മാറ്റങ്ങൾ വരികയും ഒക്കെ ഇരുമ്പ് മറ നീക്കുകയൊക്കെ ചെയ്തു. ചൈനയിൽ മാത്രമാണ് ഇപ്പോൾ ഇരുമ്പ് മറയുള്ളതെന്ന് പറയാം. പക്ഷെ അവർക്ക് അവിടെയില്ല ഇവിടെയില്ല. 2 തോണിയിലും കാല് വെച്ച് നിൽക്കുമ്പോൾ എന്താ പറ്റുക നമുക്ക് ആലോചിക്കാം. തോണിയൊന്ന് അകന്നു പോയാൽ
നടുക്ക് നിൽക്കുന്ന ആൾ കീറിപ്പോകും അല്ലേ, നടുക്ക് കൂടെ കീറിപ്പോൾ ആ അവസ്ഥയിലാണ് ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് തന്നെ പറയാം. അതിനൊക്കെ ശ്രദ്ധ മാറ്റുവാനും ഞങ്ങളും ഒരു സാധാരണ എന്തെന്നാ പറയുന്നത് എല്ലാത്തിലും വെള്ളം കലങ്ങുമ്പോൾ കൂടെ കലങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ബ്രിട്ടാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അദ്ദേഹം ഒരു മികച്ച പത്രപ്രവർത്തകൻ. ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹം ജോലിക്ക് വേണ്ടിയാണ് ദേശാഭിമാനിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ശരിക്കും ഒരു ജേർണലിസ്റ്റ് ആവണമെന്നൊന്നും ആഗ്രഹിച്ചതല്ല. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ദേശാഭിമാനിയിൽ ജോലി കിട്ടി. അങ്ങനെ ഡൽഹിയിലേക്ക് പഠിക്കാൻ പോകുന്ന സമയത്ത് ഇവർ തന്നെ പറഞ്ഞു ഡൽഹിയിലെ ബ്യൂറോയിൽ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വലിയൊരു എക്സ്പോഷർ അദ്ദേഹത്തിന് കിട്ടി. ഇവിടുന്ന് ആ സമയത്ത് ഇ കെ നയനാറാണോ മുഖ്യമന്ത്രി, CPM മുഖ്യമന്ത്രി, പഞ്ചാബിൽ അവിടുത്തെ സിഖുകാരുമായിട്ടൊരു സംസാരത്തിന് വേണ്ടി പോകുമ്പോൾ ആ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുകയും അദ്ദേഹത്തിനോടൊപ്പം സഞ്ചരിച്ചതും ബ്രിട്ടാസാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു മുഖം വരുന്നത്. വളരെ വളർത്തിക്കൊണ്ട് വന്നു എന്ന് തന്നെ പറയാം. തിരിച്ചിവിടെ വരുമ്പോൾ അദ്ദേഹത്തിന് കൈരളി TV മാനേജിങ് ഡയറക്ടറായിട്ടും ചീഫ് എഡിറ്ററായിട്ടൊക്കെ ഇവർ കൊടുക്കുകയാണ്. വളർത്തിക്കൊണ്ട് വന്നതാണെന്ന് തന്നെ പറയാം. അറിഞ്ഞോ അറിയാണ്ടോ അദ്ദേഹം കമ്മ്യൂണിസത്തിലേക്ക് വന്നു. പക്ഷെ അവിടെ ഉറച്ചു നിന്ന് പ്രവർത്തിച്ചു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് അദ്ദേഹം തന്നെ അറിയുന്നില്ല. ഇവനോട് ക്ഷമിക്കണമേ എന്ന് നമ്മൾ പറയുമല്ലോ ചില പ്രാർത്ഥനകളിൽ, അതുപോലത്തെ അവസ്ഥയിലാണ്. എന്തൊക്കെയോ പറഞ്ഞ് ഇത്രയും പ്രായമായി ഇത്രയും ലോകപരിചയമുള്ളൊരു ജേർണലിസ്റ്റ് കൂടെയായ MP-യിൽ നിന്നും ഇതല്ല ഇന്ത്യൻ ജനതയും ഇന്ത്യൻ കുട്ടികൾക്ക് വേണ്ടിയാണല്ലോ ഇദ്ദേഹം പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത്, പ്രതീക്ഷിക്കുന്നത്. കുറച്ചും കൂടെ ഉയർന്ന മൂല്യബോധത്തോടുകൂടി ഇങ്ങനെ കൊച്ചു കാര്യങ്ങളിൽ ഈ അപ്പർ ഹൗസിൻ്റെയൊക്കെ സമയം എന്ന് പറഞ്ഞാൽ അതിനും ഒരു വിലയുണ്ട്. വെറുതെ കൊച്ചു തമാശ പോലെ കാര്യങ്ങൾ എടുക്കാണ്ട് ഈ കുട്ടി എന്നെ ഞോണ്ടി എന്നെ ലുങ്കി വാല എന്ന് വിളിച്ചു എന്ന് പറഞ്ഞൊരു ലുങ്കി ഡാൻസ് എന്നൊരു വലിയ ഫേമസ് പാട്ട് തന്നെയുണ്ട്. ഇപ്പോഴും എല്ലാവരും മനസ്സിൽ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. അങ്ങനെ ഇപ്പോൾ ലുങ്കി ഇത്ര മോശമുള്ള കാര്യമൊന്നുമല്ല. ഒരു ധോത്തി അവരെടുക്കുന്ന പോലെ നോർത്ത് ഇന്ത്യയിലെ ആൾക്കാർ ധോത്തി എന്ന് പറയുന്നു, അതിനെ നമ്മളിവിടെ മുണ്ടെന്ന് പറയുന്നു. പിന്നെ അത് വൈകുന്നേരങ്ങളിലും സായാഹ്നങ്ങളിലും ഒന്ന് പൊടി വെട്ടാനെങ്കിൽ കുറച്ചുകൂടെ കളർ ആഡ് ചെയ്ത് അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ മുഷിയാണ്ടിരിക്കാനൊക്കെ വേണ്ടി അങ്ങനെ ആക്കുന്നു. അത് വിചാരിച്ചാൽ മതി. അതിനെ ഇത്രയും വലിയൊരു വിപ്ലവ കാര്യമായിട്ട് അത്രയ്ക്ക് അത് വംശാധിക്ഷേപം എന്നുള്ള മട്ടിലൊന്നും അവതരിപ്പിക്കേണ്ട കാര്യം. ഇപ്പം നേരത്തെ നമ്മൾ തുടങ്ങിയത് തന്നെ നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. ഇങ്ങനെയൊക്കെ അതിർത്തികൾക്കുള്ളിൽ നിന്ന് സംസാരിക്കാൻ എങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് കഴിയുന്നു അല്ലേ? നമ്മളെല്ലാവരും ഇന്ത്യക്കാരല്ലേ അല്ലേ? ഒരു ലാർജ് പെർസ്പെക്റ്റീവ് എടുക്കാൻ നമ്മളെല്ലാവരും മനുഷ്യരാണ്. പിന്നെ അതിർത്തികൾ എന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യക്കാരാണ്. എങ്ങനെയാണ് ഈ സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ എന്നൊക്കെ പറയുവാനായിട്ട്? ബ്രിട്ടാസിനെ പോലെ ഡൽഹിയിൽ പഠിച്ച് അവിടെ താമസിച്ച് വർഷങ്ങളോളം അവിടെ മാധ്യമ ലോകത്തിലെ മുഖമായിരുന്ന ബ്രിട്ടാസിനെ പോലൊരു വ്യക്തിയിൽ നിന്നും, ഒരു മാധ്യമ പ്രവർത്തകയിൽ നിന്നും, കൈരളിയുടെ മാനേജിങ് ഡയറക്ടറിൽ നിന്നും ഇങ്ങനെ ഒരു പ്രസ്താവനയൊന്നും ഭാരതം പ്രതീക്ഷിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാർ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഒരു തുറന്ന ലോകമെന്നാണ് അവർ പറയുന്നത്. അവിടെ ഭൂഷകളില്ല, അടിമകളില്ല, കാശുകാരനില്ല, കാശില്ലാത്തവരില്ല, എല്ലാവരും സൈക്കിളിൽ സഞ്ചരിക്കുന്നു, എല്ലാവരും നടന്നു പോകുന്നു. പക്ഷെ ബ്രിട്ടാസൊക്കെ കാറിലാണ് കേട്ടോ പോകുന്നത്. ഇവിടെയാണെങ്കിലും കാറിലാണ് പോകുന്നത്. സൈക്കിളിൽ പോകണമെന്നും കണ്ടിട്ടില്ല. നമ്മൾ ചൈനയിൽ പോവുകയാണെങ്കിൽ ഒരു പബ്ലിക് സിസ്റ്റമാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ സൈക്കിളിൽ പോകുന്ന ധാരാളം പേരെ നമുക്ക് കാണാം. അപ്പം അതൊന്നും നമ്മൾ ബ്രിട്ടാസിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും ഇവർ പറയുന്ന കമ്മ്യൂണിസത്തിന് അനുസരിച്ച് ജീവിക്കൂ. ജനങ്ങളെ ഒന്നായി കാണും. ഇങ്ങനെ വേർതിരിച്ച് കാണുന്ന പോലെ, ആൾക്കാരെ പുച്ഛിക്കുന്ന പോലത്തെ ഉള്ളൊരു ആറ്റിറ്റ്യൂഡൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പ്രത്യേകിച്ചും സ്ത്രീകളെ, ഇപ്പോൾ സുഷ്മിത ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നു, അവരും പ്രിവിലേജ് മോഷൻ മൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നെ ഒരു കരുവാക്കിക്കൊണ്ട് ഇദ്ദേഹം നടക്കാത്ത കാര്യം പറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞ് സുഷ്മിത ദേവും അതിനെതിരെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വേണ്ട ബ്രിട്ടാസ്, ഞങ്ങൾക്ക് താങ്കളെ കുറിച്ചൊരു അഭിപ്രായമുണ്ടായിരുന്നു. ആ അഭിപ്രായം നല്ലതായിട്ട് തന്നെ നിൽക്കട്ടെ. ഇങ്ങനെ മോശമായ പരാമർശങ്ങൾ കൂടെയും പ്രവൃത്തികൾ കൂടെയും താങ്കളുടെ വിലയിടിക്കുന്ന പോലെ ഗ്രാഫ് താഴേക്ക് വരുന്നുള്ള കാര്യങ്ങളൊന്നും വേണ്ട. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഞങ്ങൾക്ക്, അതായത് ഇന്ത്യ ലൈവിനും C4N ഒക്കെ നൽകുന്ന പിന്തുണയ്ക്ക് വളരെയധികം നന്ദി. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ വളർച്ചയ്ക്ക് എപ്പോഴും സഹായകമാകുന്നത്. നിങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ഞങ്ങൾക്ക് ശരിയായ വാർത്തകൾ ശരിയായ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, മറ്റുള്ളവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കണം. അതോടൊപ്പം തന്നെ ഈ വീഡിയോകൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഇത് ഷെയർ ചെയ്യണം. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. അതുമാത്രവുമല്ല, കമൻറ്റായി രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ വാർത്തകൾ പങ്കിടാനുണ്ടാവും. അവയൊക്കെ കുറിച്ചും ഈ കമൻറ്റുകളിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഇന്ത്യ ലൈവ് ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ C4N സബ്സ്ക്രൈബ് ചെയ്യുക.
ഇന്ത്യ ലൈവിനോടും C4Nനോടും ഒപ്പം യാത്ര ചെയ്യുക. വ്യത്യസ്തമായ മറ്റാരും പറയാത്ത വാർത്തകൾ ഈ ചാനലുകളിലൂടെ, ഇന്ത്യ ലൈവിലൂടെ, C4Nലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റേ ട്യൂൺഡ്. ഇന്ത്യ ലൈവ്, C4N.